ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ മുറി. വെൽക്കം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ സ്റ്റഡി ടേബിള്. ഈ സ്റ്റഡി ടേബിൾ നമ്മൾ എല്ലാ വീഡിയോസിലും മെയിനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും. എൻ്റെ സ്റ്റഡി പ്ലാനർ ആയാലും പഠിക്കുന്ന വീഡിയോസ് ആണെങ്കിലും മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഈ സൈഡിൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ ഷെൽഫ് ഉണ്ട്. നിങ്ങളെൻ്റെ ഈ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ആ ഒരു മേക്ക് ഓവർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കരടിക്കുട്ടൻ വീഡിയോയിൽ എപ്പോഴും വരാറുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റ്, ഇത് ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ടാണ് നമ്മൾ ആ മഷ്റൂം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എൻ്റെ ക്യാമറാമാനായിട്ടുള്ള എൻ്റെ അനിയത്തിയാണ് ഇതെല്ലാം ഫുള്ള് നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നതും ഇതുണ്ടാക്കിയതും. പിന്നെ ഇവിടെയാണ് നമ്മൾ ബുക്സ് വെച്ചിട്ടുള്ളത്, അതിനും മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് ജസ്റ്റ് വെറുതെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് ഔട്ടാണ് കേട്ടോ, വേറെ പൈസ കൊടുത്ത് വാങ്ങിയില്ല. പിന്നെ ഇത് നമ്മൾ +2 ടൂറിൻ്റെ ഫോട്ടോ ആണ്, അത് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ആൻഡ് അപ്പുറത്തെ സൈഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ മേക്ക് ഓവറിൽ ബേജ് തീമിലായിരുന്നു, വൈറ്റ് ആൻഡ് ബേജ് ആയിരുന്നു നമ്മൾ കോമ്പിനേഷൻ. പക്ഷേ ഇപ്പം ഞാനത് പച്ചയാക്കിയിട്ടുണ്ട്, കാരണം പച്ചയാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് കളറ്. അപ്പം നിങ്ങൾ മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഇതെല്ലാം പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മേക്ക് ഓവർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കളർ മാറിയെന്നുള്ളൂ, സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ എൻ്റെ പെൻസിലും പേനൊക്കെ വെക്കുന്ന ഓർഗനൈസർ, പിന്നെ ഒരു വെള്ളം കുപ്പി, പിന്നെ ഒരു ചെറിയ ബുക്ക്, ഇതൊക്കെയാണ് മേശയുടെ മുകളിലുള്ളത്. പിന്നെ ഇതൊരു സാധാ മേശയാണ്. പിന്നെ ഒരു കസേരയും നോർമലായിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു വലിപ്പുണ്ട് ഇതിൽ നമ്മളിങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ, ഇയർഫോണിൻ്റെ കേസ്, അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളുള്ളൂ, ഒന്നുമില്ല കാര്യമായിട്ട്. എൻ്റെ അപ്പുറത്തെ സൈഡിലെന്ന് പറയുമ്പോൾ ഡയറി ഉണ്ട്, പിന്നെ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിലെന്ന് പറയുമ്പോൾ ഫയല്, ബുക്ക്, അങ്ങനെയുള്ള അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് എൻ്റെ മേശയുടെ ഉള്ളിൽ ഉണ്ടാവുക. ഫയലും പുസ്തകങ്ങളും. അപ്പുറത്തും അങ്ങനെ തന്നെ ഫയലില്ല, ബുക്ക് മാത്രമാണ്. ബുക്ക്, ജോമെട്രി ബോക്സ് അങ്ങനെ തന്നെ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിള്. ഇനി ഈ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വിൻഡോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സൂര്യപ്രകാശവും കാറ്റൊക്കെ എന്നുകൊണ്ട് വരും. പിന്നെ ജനല. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ്. ഒരു വൈറ്റ് കളർ പോട്ടിലാണ് ഉള്ളത്. നമ്മളെ റൂം മാച്ചാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ബെഡാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊരു ചാർജ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു യോഗ മാറ്റ്. പിന്നെ വീണ്ടും ഒരു വിൻഡോ, അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലും മണി പ്ലാന്റ് ഉണ്ട്. എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മണി പ്ലാന്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ കാണുന്നതാണ് എൻ്റെ വാർഡ്രോബ്, അല്ലെങ്കിൽ നമ്മൾ അലമാര എന്ന് പറയുന്ന ഓൺ വോയിസ്. ഇതില് 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഈ സൈഡിലായിട്ട് മണി പ്ലാന്റ്, ഈഫിൾ ടവർ, പിന്നെ ഒരു ചെറിയ ചെക്കനും പിന്നെ ഒരു ഷെൽഫ്. അത്രയാണ് ഈ സൈഡിലുള്ളത്. വാർഡ്രോബിൻ്റെ ഫുള്ള് ഇത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മളെ വാതിലിൻ്റെ ബാക്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ആമസോണിൽ നിന്നുള്ള ഹുക്കാണിത്. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിടാം, നല്ല യൂസ്ഫുൾ ആണ്. ബാഗും ഇങ്ങനത്തെ എല്ലാം തൂക്കിയിടാൻ പറ്റും. ഡ്രസ്സൊക്കെ നമ്മളിവിടെ തൂക്കിയിടാറുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ ആണിത്. അവിടെ ഒരു വലിയ മിററുണ്ട്. പിന്നെ ഇതുപോലെ ഷെൽഫുകളും, പിന്നെ എൻ്റെ ചില്ലറ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. അതിപ്പോൾ ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് നോർമൽ ബാത്റൂം, അത്രേ ഉള്ളൂ. ഒരു ചവിട്ടി. ഇതാണ് നമ്മുടെ റൂം.
ആരോ ഒരാൾ എന്തോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഈ റൂം ടൂർ ചെയ്യണം. നിങ്ങൾ ഹോസ്റ്റൽ റൂമാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഹോസ്റ്റൽ റൂമാണെങ്കിൽ നമുക്ക് റൂം ടൂർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ റൂം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് റൂംമേറ്റ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഓൺ വോയിസിലാണ് ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മറക്കാണ്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.